അപ്രതീക്ഷിതമായി എത്തിയ മഹാദുരന്തം ഒരു നാടിനെയാകെ തൂത്തെറിഞ്ഞതിൻ്റെ നടുക്കത്തിലായിരിക്കും നമ്മളിപ്പോഴും. എങ്ങും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, വേദനിക്കുന്ന മനുഷ്യർ, ശവശരീരങ്ങൾ, ചെളിയും മണ്ണും പുതഞ്ഞ ദുരന്തത്തിൻ്റെ വഴികളിലും മലവെള്ളപ്പാച്ചിലിൽ ഉരുതി വീണ വലിയ പാറക്കഷ്ണങ്ങൾക്കിടയിലും ഒലിച്ചിറങ്ങിയ മരക്കൂട്ടങ്ങൾക്കിടയിലും ജീവൻ്റെ ഒരു തുടിപ്പിനായി കാതോർക്കുന്ന നമ്മുടെ ദൗത്യസേനാംഗങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. സ്വന്തം ജീവൻ പോലും അവഗണിച്ച് കണ്ണീർ വഴികളിലൂടെ മറ്റുള്ളവരുടെ ജീവനായും അവരുടെ ഉറ്റവരുടെ ഭൗതിക ദേഹങ്ങൾക്കായും രക്ഷാപ്രവർത്തകർ നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും സമാനതകളില്ലാത്തതാണ്. ശരിയായ ഭക്ഷണമോ ഉറക്കമോ വിശ്രമമോ ഇല്ലാതെ അവർ അഹോരാത്രം പണിയെടുക്കുമ്പോൾ അവർക്കിടയിൽ വേർതിരിവുകളില്ല. എങ്കിലും തങ്ങൾക്ക് ലഭ്യമായ പരിമിതമായ ഉപകരണങ്ങളും സാങ്കേതിക സഹായങ്ങളും ഉപയോഗിച്ച് 600ഓളം മനുഷ്യജീവനുകളെ ജീവിതത്തിലേക്ക് വലിച്ചെടുപ്പിച്ച നമ്മുടെ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ പല പ്രവർത്തനങ്ങളും സൈന്യത്തിൻ്റേതാക്കി ജനം വ്യാഖ്യാനിക്കുമ്പോൾ പൊള്ളുന്നൊരു ഹൃദയം അവർക്കുമുണ്ടെന്ന് പറയാതെ വയ്യ. പോരാട്ടത്തിൻ്റെ അഗ്നിച്ചിറകുകളുമായി ദുരന്തം നടന്ന ചാലിയാർപ്പുഴയിലാകെ രക്ഷാകവചം തീർത്തവരാണവർ. ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറുകൾ തൊട്ടേ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉരുക്കുമുഷ്ടികളായവർ. കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലിനിടയിലൂടെ ഏത് പ്രതിബദ്ധത്തെയും തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള നിശ്ചയദാർഢ്യമുള്ളവർ. ചാലിയാർപ്പുഴയ്ക്കക്കരെ ജീവിതത്തോടുള്ള പ്രതീക്ഷയേറ്റ് ചെളിയിൽ പുതഞ്ഞു കിടന്നവരെ വടം കെട്ടിയും താൽക്കാലിക പാലം നിർമ്മിച്ചും അവർ ജീവിതത്തിൻ്റെ മറുകരയിലെത്തിച്ചു. ദുരന്തം നടന്നതിൻ്റെ ആദ്യ ദിവസം മുതലേ വെല്ലുവിളികളേറെ നിറഞ്ഞതായിരുന്നു അഗ്നിരക്ഷാസേനയുടെ ഓരോ രക്ഷാദൗത്യവും. ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും കനത്ത മഴയും മഞ്ഞും വകവയ്ക്കാതെ അവർ മനുഷ്യരെ തേടിയിറങ്ങി. കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലിലൂടെ വടം കെട്ടി ദുരന്തത്തിൽ പരിക്കേറ്റവരെയും കുടുങ്ങിക്കിടന്നവരെയും മറുകരയെത്തിച്ച അതേ ആവേശത്തോടെ തന്നെ അവർ അപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളെയും വഴിയിൽ കുടുങ്ങിയ മൃഗങ്ങളെയും കരക്കെത്തിച്ചു. ഉരുൾപൊട്ടലിനിടെ വലിയ പാറക്കല്ലുകളിടിച്ച് തകർന്ന മുണ്ടക്കൈ പാലത്തിന് ബദലായി താൽക്കാലിക പാലം നിർമ്മിക്കാനും നമ്മുടെ അഗ്നിരക്ഷാസേനയ്ക്ക് അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്ന ഒരുപറ്റം മനുഷ്യരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റണമെങ്കിൽ ഒരു പാലം അനിവാര്യമാണെന്നിരിക്കെ അഗ്നിരക്ഷാ വാഹനത്തിലെ എക്സ്റ്റൻഷൻ ലാഡറും കവുങ്ങുകളും ഉപയോഗിച്ച് ആ സാഹസത്തിനും അവർ മുതിർന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവർ ചാലിയാറിൻ്റെ മറുകരയിലേക്ക് പാലം പണിതു. അപകടത്തിൻ്റെ ആദ്യ 4 ദിവസം മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനങ്ങൾ മുഴുവനായും പിന്നീട് ആ പാലത്തെ ആശ്രയിച്ചാണ് നടന്നത്. ദുരന്തത്തിൽ പരിക്കേറ്റ എത്രയോ മനുഷ്യർക്ക് ആ പാലമായിരുന്നു ഒരു തിരിച്ചുവരവിനായി ജീവിതത്തിലേക്കുള്ള ഏക മാർഗവും. ഒരു സംസ്ഥാനമാകെ വിറങ്ങലിച്ചു പോയ വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. രാജ്യമെങ്ങും അതിൻ്റെ വേദന പടർന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ദുരന്തമുഖത്തു നിന്നും ആയിരക്കണക്കിന് മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയ നമ്മുടെ അഗ്നിരക്ഷാസേനയ്ക്ക് മറ്റെല്ലാ സേനാവിഭാഗങ്ങൾക്കൊപ്പം നിർണായകമായ പങ്ക് തന്നെയാണുള്ളത്. പരിമിതികളുടെ ഇത്തിരി ലോകത്തു നിന്നും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതിരിക്കരുത്. കണ്ടാലും അറിഞ്ഞില്ലെന്ന് നടിക്കരുത്. കാരണം ദുരന്തമുഖങ്ങളിൽ മനുഷ്യൻ ജീവന് വേണ്ടി കേഴുന്ന അവസരങ്ങളിൽ കേരളത്തിൻ്റെ സൈന്യമാവാൻ ഇത്രയേറെ പരിശീലനം സിദ്ധിച്ച മറ്റൊരു സേനയും നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ കേരളീയനും അഭിമാനമാണ്, അല്ലെങ്കിൽ അഭിമാനമാകണം നമ്മുടെ അഗ്നിരക്ഷാസേന. വി സല്യൂട്ട് യു ഡിയർ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം.